മുൻ MLA എസ് രാജേന്ദ്രൻ പാർട്ടിയുമായിട്ട് അകന്നു നിൽക്കുകയായിരുന്നുവെന്ന് പ്രേക്ഷകർക്കറിയാം. ഇപ്പോൾ ആ എസ് രാജേന്ദ്രനോട് മയപ്പെട്ടിരിക്കുകയാണ് CPM-ന്റെ ഇടുക്കി ജില്ലാ നേതൃത്വം. രാജേന്ദ്രനെതിരെ പാർട്ടി സ്വീകരിച്ചത് ഭരണഘടനാപരമായ നടപടിയെന്ന് ജില്ലാ സെക്രട്ടറി CV വർഗീസ് പറഞ്ഞു. പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കേണ്ടത് രാജേന്ദ്രനാണ്. രാജേന്ദ്രൻ പാർട്ടിയെയും പാർട്ടി രാജേന്ദ്രനെയും തള്ളിപ്പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല. അൻവറിനെ കണ്ടത് യാത്രക്കിടയിലാണെന്ന് രാജേന്ദ്രൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടുക്കിയിൽ അൻവറിന് ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും CV വർഗീസ് പറഞ്ഞു. രാജേന്ദ്രനെ സംബന്ധിച്ച് ഞങ്ങൾ വളരെ വ്യക്തമായി ഞങ്ങളുടെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. രാജേന്ദ്രൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു ഒരു പാർട്ടി സഖാവ് ചെയ്യേണ്ട അച്ചടക്കരാഹിത്യമുണ്ടായാൽ ഈ പാർട്ടി സ്വീകരിക്കുന്ന ഭരണഘടനാപരമായി നിലപാട് സ്വീകരിച്ചു അന്വേഷണ കമ്മീഷൻ വെച്ചു. ആ കമ്മീഷൻ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ രാജേന്ദ്രന് 1 വർഷക്കാലത്തെ പാർട്ടിയിൽ നിന്ന് മെമ്പർഷിപ്പ് സസ്പെൻഡ് ചെയ്തു. ആ രാജേന്ദ്രൻ ഇനിയും പാർട്ടി മെമ്പർഷിപ്പ് പുതുക്കുക എന്നുള്ളത് രാജേന്ദ്രൻ്റെ ജോലിയാണ്. രാജേന്ദ്രൻ ആ മെമ്പർഷിപ്പ് പുതുക്കുക രാജേന്ദ്രന് പാർട്ടി ഘടകമാണ് പിന്നെ തീരുമാനിച്ചു കൊടുക്കേണ്ടത്. മെമ്പർഷിപ്പിലില്ലാത്ത ഒരാൾക്ക് ഘടകം തീരുമാനിക്കുകയോ ചുമതല നിശ്ചയിക്കപ്പെടുന്ന പ്രത്യേക ഒരു സാഹചര്യമില്ല. പിന്നെ രാജേന്ദ്രനെ സംബന്ധിച്ച് രാജേന്ദ്രൻ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല, പാർട്ടി രാജേന്ദ്രനെ തള്ളി പറയേണ്ട സാഹചര്യം വന്നിട്ടില്ല. രാജേന്ദ്രൻ തന്നെ പറഞ്ഞല്ലോ, അൻവറുമായി ഞാൻ പോയ വഴിക്ക് വന്ന വഴിക്ക് കണ്ടൊരു കൂടിയാത്രയെന്ന് പറഞ്ഞല്ലോ. അതിനപ്പുറം എന്തായിരിക്കുന്നത്? അൻവർ ഇതെല്ലാം നിങ്ങൾ ഈ പ്രചരണം നടത്തിയിട്ട് കേരളത്തിൽ 5 ലക്ഷത്തിലധികം വരുന്ന CPM-ന്റെ പാർട്ടി മെമ്പർമാരെ ഒരാളിനെ അൻവറിൻ്റെ കൂടെ കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. സന്ദീപ് രാജാക്കാട് ചേരുന്നുണ്ട്. സന്ദീപ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇടുക്കിയിലും മഞ്ഞുരുകുകയാണല്ലേ? രാജേന്ദ്രനും പാർട്ടിയും തമ്മിൽ CV വർഗീസിന്റെ പ്രതികരണത്തിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നത് അങ്ങനെയാണ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഒരു ജില്ലാ സമ്മേളനം കൂടി അടുത്തു വരുമ്പോൾ അവിടെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു നിലപാടിലേക്ക് ഒരുപക്ഷെ പാർട്ടി എത്തിയിട്ടുണ്ടാകാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അൻവറിന്റെ നീക്കം അത് CPM-നെയും ഇടതുപക്ഷത്തെയും അല്പം കൂടി ജാഗരൂകരാക്കിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇടതുപക്ഷത്ത് വിമതരായി നിൽക്കുന്ന നേതാക്കന്മാരെ തപ്പി അൻവർ ഇടുക്കിയിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ ഒപ്പം തന്നെ എസ് രാജേന്ദ്രനുമായി അനൌദ്യോഗികമായ ഒരു കൂടിക്കാഴ്ച നടത്തി എന്നതടക്കമുള്ള വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരമൊരു പ്രതികരണം CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2 കാര്യങ്ങളാണ് CV വർഗീസ് പ്രധാനമായും പറയുന്നത്. ഒന്ന്, അൻവറിന് ഇവിടെ ഒരു ചലനം ഉണ്ടാക്കാൻ കഴിയില്ല. ഇടുക്കി ജില്ലയിൽ അൻവർ നിരവധിയായി ഇടുക്കി ജില്ലാ സമ്മേളനം നടക്കുന്ന പശ്ചാത്തലത്തിൽ രാജേന്ദ്രനോട് മയപ്പെടുന്നു CPM ജില്ലാ നേതൃത്വം എന്നാണ് സന്ദീപ് രാജാക്കാട് ഇടുക്കിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്.